ഇറാനിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന് വഴി തുറന്നു കൊടുത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മൊസാദിന്റെ അതീവ രഹസ്യമായ നീക്കങ്ങളുടെയായിരുന്നു അത് നടന്നത്. രഹസ്യാന്വേഷണം, രഹസ്യപ്രവർത്തനം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് മൊസാദിന്റെ ഉത്തരവാദിത്തങ്ങൾ. 1949 ഡിസംബറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന പേരിൽ ഔപചാരികമായി മൊസാദ് സ്ഥാപിച്ചത്. 1951 ഇതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ടെൽ അവീവിലാണ് മൊസാദിന്റെ ആസ്ഥാനം. നിലവിൽ ഏതാണ്ട് 7000-ഓളം ജീവനക്കാർ മൊസാദിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. സ്ഥാപിതമായ സമയം തൊട്ട് 4 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് മൊസാദ് മുന്നോട്ട് വയ്ക്കുന്നത്. 1. ജൂതന്മാർക്കെതിരെ നിൽക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. 2. ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക. 3. ഭീകരവാദം നടത്തുന്നവർക്കു നേരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക. 4. ജൂത അഭയാർത്ഥികളെ ഇസ്രായേലിന്റെ മണ്ണിലെത്തിക്കുക. ഇറാനിൽ നുഴഞ്ഞുകയറി 1 വർഷത്തോളം തയ്യാറെടുപ്പ് നടത്തിയാണ് ഈ നിർണായകമായ ഓപ്പറേഷനുകൾ മൊസാദ് നടത്തിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 ചാരസംഘടനകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉറപ്പായും മൊസാദിന്റെ പേരുണ്ടാകും. ഇന്ത്യയുടെ 150-ൽ 1 മാത്രം വലിപ്പമുള്ള നമ്മുടെ കേരളത്തിന്റെ പാതിയോളം മാത്രം വരുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചാരസംഘടനയാണ് മൊസാദ്. മൊസാദ് എന്ന ഹിബ്രു വാക്കിനർത്ഥം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ്. ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും UN-ലും അടക്കം മൊസാദ് സജീവരാണ്. അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും മൊസാദ് അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ സംഘർഷം തടയുന്നതിന് മൊസാദ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. മൊസാദ് എല്ലായ്പ്പോഴും കടുത്ത വിമർശനത്തിനും വിധേയരായിട്ടുണ്ട്. അവരുടെ പല ദൗത്യങ്ങളും പരാജയപ്പെട്ടിട്ടുമുണ്ട്. മൊസാദിന്റെ വീഴ്ചകളിൽ അവസാനമായി കണക്കാക്കുന്നത് ഹമാസിന്റെ ആക്രമണമാണ്. ഈ വീഴ്ചയ്ക്ക് നൽകേണ്ടി വന്നത് വിലയേറിയ ആയിരക്കണക്കിന് ഇസ്രായേലികളുടെ ജീവനാണ്. ഇതാണ് മൊസാദ്.